പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ, ക്ഷീര കർഷകർ, ജ്യോതി പറഞ്ഞ പോലെ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ ചെറുപറമ്പിൽ മാധവേട്ടൻ ഇവിടെ കാത്തിരുത്തി ഇവരുടെ ഓർമ്മയ്ക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മുൻകാലങ്ങളെ കുറിച്ചിട്ട് ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവരെ ആരോടും ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗുരുവായൂരിലെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ടവർ, സ്വാഗതം പറയുന്ന ജ്യോതി അധ്യക്ഷൻ, പ്രിയപ്പെട്ട TT ബാങ്കിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ക്ഷീര കർഷകർ, ചെറുപറമ്പിൽ മാധവേട്ടൻ്റെയും കാർത്തികേയൻ്റെയും മരണാർത്ഥം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്ഷീര കർഷകരെ ആദരിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്നു. സാധാരണ നമ്മുടെ പാറയിൽ സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്താറ്. ഈ വർഷം ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. ജോഫി ഇവിടെ പറയുമ്പോൾ കർഷകരുടെ എണ്ണം കുറയുന്നു എന്ന് പറയുകയുണ്ടായി. അത് എന്താണെന്നുള്ള കാര്യം ക്ഷീര കർഷകരെല്ലാവരും ഇടയ്ക്ക് ഒരു ദിവസം കൂടിയിരുന്ന് ആലോചിക്കുന്ന അഭിപ്രായം ചെയ്തു. ക്ഷീര കർഷകർക്ക് പറയാനുള്ളത് കേൾക്കാനും ക്ഷീര കർഷകരുടെ അത്തരം വിഷമങ്ങളിൽ നമുക്ക് എന്തെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളും ആലോചിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ സൊസൈറ്റികളുണ്ട്, ക്ഷീര ആഫീസറുണ്ട്, ഓഫീസും ക്ഷീര സംഗമങ്ങള് വിപുലമായി നടത്താറുണ്ട്. സ്വാഭാവികമായും അത്തരം സ്ഥലങ്ങളിലെല്ലാം കർഷകർ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പറയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഞങ്ങൾ തൈക്കാട് ഒരു സ്ഥലത്ത് ഒരു 35 പശുക്കളെ വളർത്തുന്ന ഒരു കർഷകന്റെ പരിപാടിയിൽ പോയി. അപ്പൊ അവിടെ ഗുരുവായൂർ നഗരസഭയുടെ 5 ലക്ഷം രൂപയും സർവീസ് സഹകരണ ബാങ്കിന്റെ 1.5 ലക്ഷമോ 2 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി ആ കർഷകൻ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. അത് വേറെ ഒന്നുമല്ല, അയാൾ ചാണകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജൈവാമൃതം എന്ന പേരിൽ ഒരു ജൈവ വള നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. അപ്പൊ നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാല് ചാണകവെള്ളം ഇങ്ങനെ പൈപ്പിലൂടെ കഴിയും. വേറെ ഒരു സ്വിച്ച് ഇട്ടപ്പോ ചാണകം ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അത് പാക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താം. അയാളുടെ തെങ്ങിന് അയാൾക്ക് ഒരു 1.5 ഹെക്ടർ ഉള്ള സ്ഥലം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. അത്യാവശ്യ സ്ഥലമുണ്ട്. അപ്പോ ക്ഷീര കർഷകന് പലപ്പോഴും ചാണകവും മൂത്രവും ഒക്കെ വേസ്റ്റായി പോകലാണ്. അതുൾപ്പെടെ കർഷകരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം. ഇപ്പൊ തൊഴിയൂര് ഒരു സൊസൈറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു സാങ്കേതികമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ അന്തിക്കാട് പോയപ്പോ അവിടെ അന്തിക്കാടല്ല, അടാട്ടൊരു സൊസൈറ്റി, ക്ഷീര സൊസൈറ്റി. അപ്പൊ അവിടെ ആ ക്ഷീര സൊസൈറ്റിയുടെ അവിടെ ഒരു മിൽക്ക് ബൂത്ത് ഉണ്ട്. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു 5 ഉറുപ്പുള്ള ഒന്ന് കൂട്ടുക. നമ്മളെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിയുടെ വെച്ചെടുത്ത് 5 ഉറുപ്പ് ഇട്ട് കൊടുക്കുക, 5 ഉറുപ്പയുടെ പാല്. അപ്പൊ നമ്മളെ കയ്യിൽ 1000 ഉറുപ്പ ഉണ്ടാ, 1000 ഉറുപ്പ കൊടുത്ത് 1000 ഉറുപ്പയുടെ പാല്. ATM, പാലിന്റെ ATM.
അപ്പൊ ഇതൊക്കെ ആധുനികമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പൊ നമ്മുടെ ക്ഷീര കർഷകര് പഴയ സമ്പ്രദായം പോലെ പുലർച്ചെ 5 മണി 4:30 മണിക്കോ 3:30 മണിക്കോ എഴുന്നേറ്റ് പശുവിനെ എല്ലാം കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കി പാലെല്ലാം കറന്ന് അതെല്ലാം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് വന്ന് പിന്നെ പശുവിനെ എല്ലാം അഴിച്ച് കെട്ടി അതിനാവശ്യമായ പുല്ലും മറ്റും അഴിച്ച് അങ്ങനെ അതിന് വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉച്ചതിരിഞ്ഞ വീണ്ടും ഈ കലാപരിപാടികൾ തുടർന്ന് ഇങ്ങനൊരു സാധാരണ കർഷക ജീവിതമുണ്ട് ക്ഷീര കർഷകർ. അപ്പൊ അത് കുറെ കൂടി സൗകര്യപ്രദമാക്കുന്ന രീതിയിലുള്ള മെത്തേഡുകളും രീതികളും ഉണ്ട്. അത് നമുക്ക് അവലംബിക്കാൻ വേണ്ടി കഴിയും. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കായിട്ട് പോയപ്പോൾ അവിടെ 100 ചില്ലാനം പശുക്കളെ വളർത്തുന്ന ഒരു കർഷകനെ കണ്ടു. അയാൾ വളരെ അയാളെ വീട്ടിൽ തന്നെ ഒരു കുടുംബങ്ങളായിരുന്ന ആൾക്കാരും ഇവിടെ ഈ പണി ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോ ഞാൻ ചെന്നപ്പോ ഞങ്ങള് ഇലക്ഷന്റെ വർക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയപ്പോ ഒരു കുപ്പി പാലും ഒരു കുപ്പി മോരും തന്നു. അപ്പോ അത് അവാർഡ് വാങ്ങിയുള്ള ആളാണ്, സ്റ്റേറ്റ് ക്ഷീര അവാർഡ് വാങ്ങിയുള്ള ആളാണ്. അങ്ങനെയൊക്കെയുള്ള ധാരാളം കർഷകര് നന്നായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോ ജോഫി ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒക്കെ നടത്തും. ഇയാളാണ് ഇടക്കിടക്ക് ടൂർ പോകുന്ന ആളാണ്. ഇടയ്ക്ക് നമ്മൾ ഈ ക്ഷീര കർഷകരൊക്കെ ആയിട്ട് ഒരു ടൂർ സംഘടിപ്പിക്കും. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ക്ഷീര കർഷക അവാർഡ് വാങ്ങിയ ഒരു 4-5 ആൾക്കാരെ പോയി കാണുക, അവരൊക്കെ ഒന്ന് കണ്ട് പറ്റൂന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാല് ഉത്പാദിപ്പിക്കുകയും പാലിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്ന ഒന്നാണല്ലോ നമ്മളെ ഈ മറ്റേ പാലിന്റെ രാജാവായിരുന്ന കുര്യൻ, നമ്മുടെ മറ്റേ പാലുണ്ടല്ലോ അമുൽ 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 അത് അപ്പൊ ആ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളെ കർഷകരൊന്ന് ഉത്തേജിപ്പിച്ച് ഇത് കുറേ കൂടി, കാരണം ഇന്ന് നല്ല പാല് എല്ലാവർക്കും ആവശ്യമാണ്. പാലിനൊരിക്കലും ഡിമാൻഡ് കുറയില്ല. പാലിന് ആവശ്യക്കാർ കൂടുകയേ ചെയ്യുള്ളൂ, കുറയില്ല. അപ്പൊ സാധ്യതയുള്ള ഒന്നാണ്, അല്ലാണ്ട് ഇത് ബീഡി വ്യവസായമാരി അല്ലല്ലോ. ദിനം പ്രതി എന്നോണം ഇത് കുടിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇതിന്റെ ആവശ്യകതയും വർദ്ധിക്കുമ്പോൾ ഇത് ഉണ്ടാകുകയാണ് വേണ്ടത്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരുപാട് ഈ ചാലക്കുടിയിൽ ഒരു ചെറിയ പയ്യൻ ചെറിയ തോതിൽ തുടങ്ങിയ കൃഷി ക്ഷീര വിതരണ വ്യാപകമായി. അദ്ദേഹത്തിന്റെ പേര് ഒരു സാധനം വരുന്നത് നാടൻ താണ്ട് എളനാട്. പിന്നെ ഇപ്പോ ഇവിടെ നിന്ന് കർണാടകയിൽ നിന്ന് പറഞ്ഞല്ലോ മറ്റേ പാല് നന്ദിനി. ഇതൊക്കെ എന്താ വെച്ചാൽ അതിന്റെ ഒരു ഇപ്പൊ ഓണക്കാലായാൽ പറയണ്ട. അപ്പൊ അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് നല്ലോണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ ഈ ക്ഷീര കർഷക ചിന്തയിൽ ഉണ്ടാകണം എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ, ഇന്നിപ്പോ ഉത്രാടപ്പാച്ചിലിന്റെ ഇടയിലും കർഷകർക്ക് പറ്റിയൊരു സമയമല്ല ഈ സമയം എന്ന് എനിക്കറിയാം. ഒരു 10 മണിക്ക് ശേഷം വെക്കുക, അങ്ങനെയാണ് അവർക്ക് പറ്റിയൊരു സമയം. ഒരു ഉച്ചക്കുള്ളിലായി ഈ നേരത്തൊക്കെ അവർ ഈ പാലായിട്ട് പോകുന്ന മറ്റു പരിപാടികൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നാണ്. ഈ തിരക്കിന്റെ ഇടയിൽ ഉത്രാടപ്പാച്ചിലിന്റെ ഇടയിലും ഇവിടെ ഇത്തരം ഒരു പരിപാടി എത്തിച്ചേരാൻ നിങ്ങളെല്ലാവരെയും ഊഷ്മളമായി അഭിവാദം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ NK അക്ബർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ കൗൺസിൽ കൂടിയായിട്ടുള്ള തങ്ങനേട്ടൻ, ജോഫി, രാമേന്ദ്രേട്ടൻ, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്ന ചുറോറമ്പിൽ മാധവേട്ടൻ്റെയും കാർത്തിയാനി അമ്മയുടെയും സ്മരണാർത്ഥമാണ് നമ്മൾ ക്ഷീര കർഷകരെ ആദരിക്കുന്നത്. ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ അക്ബർ സൂചിപ്പിച്ചത്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ആലോചിച്ച് പോകേണ്ടതായിട്ടുണ്ട്.
നമ്മുടെ രാജ്യം ഒരു കാർഷിക മേഖലയാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗുണകരമായി നമുക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ തിരുവോണമാണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്സവമാണ്. ഇന്നാണെങ്കിൽ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ അത് വേണ്ടത്ര ആവുന്നില്ല എന്നുള്ളൊരു കുറവുണ്ട്. അപ്പോൾ കർഷക സംഘം അതിന് മുൻകൈ എടുത്ത് ഈ പ്രദേശത്തെ നമ്മുടെ നാട്ടിലെ ക്ഷീര കർഷകരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ആ രീതിയിൽ ഗുണകരമായി നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ചുരുക്കം വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ സുബ്രഹ്മണ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന ക്ഷീര കർഷകർ, നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ പരിപാടി നമ്മൾ പാറക സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു പങ്കാളിത്തവും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. ഇപ്പോൾ ക്ഷീര കർഷകർ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പരിപാടിയും ചുരുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതാണ്. പരിപാടി പക്ഷെ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ ചെറുപ്പക്കാരായ ആൾക്കാരുമായി പശുവിനെ വളർത്താനും ഇതിനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊങ്ങരാനന്ദനൊക്കെ പശു വളർത്താനും ബന്ധപ്പെട്ട ആൾക്കാരായി അതിൻ്റെ മുകളിലിപ്പോൾ പുറത്തായിരുന്നു. നമ്മളിപ്പോൾ വലിയ തൊഴിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പശുവിനെ വളർത്തേണ്ട പരിപാടി എനിക്ക് അച്ഛൻ്റെ കൂടെ കേൾക്കുന്നു. അപ്പോൾ അതിന് നല്ലൊരു മനസ്സും വേണം. മൃഗങ്ങളെ സ്നേഹിക്കാനും അതിനെ പരിപാലിക്കാനും ഉള്ളൊരു നല്ലൊരു മനസ്സും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചടങ്ങ് എന്തായാലും നമുക്ക് നമ്മുടെ MLA പറഞ്ഞ മാതിരി തന്നെ ഈ ക്ഷീര കർഷകരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അതിനുവേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞിരുന്നു നമുക്ക് പശുവിനുള്ള തീറ്റയ്ക്ക് ഉള്ള സബ്സിഡിയൊക്കെ കുറച്ചു ഉള്ള കാര്യങ്ങൾ അതൊന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ വെള്ളത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എന്തായാലും ഈ പരിപാടി അതേ രീതിയിൽ നടത്താൻ ഇവിടെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കൂടാതെ നല്ലൊരു ദിവസം നാളെ ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ ഒരു പരിപാടി നടത്താൻ കഴിയും. കുറച്ച് പേരുള്ള എല്ലാവർക്കും ഓണാശംസകൾ. പുതിയ സംവിധാനമില്ലൊക്കെ വേദനയൊക്കെ പണിയൊന്നുമില്ല, വേദന അയക്കാം. കൊടുക്കണ്ടല്ലോ. ഈ ആൾക്കാരെ പേരൊക്കെ അറിയില്ലേ? ഈ ആളുകളുണ്ടായാലും പേര് ഓർമ്മയിലുണ്ടാവും. ഇതാർക്കാ കൊടുക്കണ്ടേ? ഇത് ഛർദ്ദിച്ചു വന്ന വരൂ. ഓണപ്പുടവേ അടുത്തതായി
എടുത്തോളൂ. അടുത്തതായി ആദ്യമായിട്ട് വന്നത് കിറ്റ് പറയാ വേറെ കിറ്റ് അല്ല ദഹിക്കണില്ല കേട്ടോ. അടുത്തതായി ആദ്യമായിട്ട് അത് അവർ പിന്നെ കൊടുക്കുക. അടുത്തതായി ആദരമായിട്ട് വന്നത് നരേന്ദ്രൻ മൂപ്പർക്ക് ഒരു സൈക്കിളാണ് കൊടുക്കുന്നത്. നിങ്ങളവിടെ കണ്ടല്ലേ അതന്നെ സൈക്കിളാണ്. സൈക്കിളിന് കൊടുക്കുന്നത് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇത് പ്രായം തോന്നിക്കണേ. അടുത്തതായി ആദരമായിട്ട് വന്നത് അദ്ദേഹം ആദരമായിട്ട് വന്നത് ബാക്കിയുള്ളവർ ഗിയർ പഠിച്ചുള്ളതല്ലേ? പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് നെല്ല് അത് ശരിയാ. അതിനുവേണ്ടി പ്രാക്ടീസ് അത് അകാലത്തിലുണ്ടായ അപ്രതീക്ഷിതമായ കാലവർഷത്തിന്റെ ഇടയിലും കൃഷി വല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ സാധാരണ എല്ലാവരും പിന്മാറും. പക്ഷെ ആ സമയത്ത് ആ വെള്ളം വളരെ വേഗതയിൽ വറ്റിച്ച് നെല്ല് സംരക്ഷിച്ച് അവസാനം വലിയ നഷ്ടമില്ലാതെ വിളവെടുപ്പ് നടത്തി കർഷകരെ ആകെ രക്ഷിച്ച് അവർക്കെല്ലാം പൈസ കൃത്യമായി കിട്ടുകയും ചെയ്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജോലി. തീർച്ചയായും അയാള് ഈ അവാർഡിന് അർഹനാണ്. ഈ അനുമോദനം കർഷക ദിനത്തിന് ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഓക്കെ.